സൈഡിന് ദോശ എന്താ, ഏത് ദോശ ഇഷ്ടം? ദോശ ഇഷ്ടം. അല്ല, നേരത്തെ പറഞ്ഞല്ലോ എന്തോ ഒരു ദോശ, നെയ്റോസ്റ്റ്. നെയ്റോസ്റ്റ് ചുട്ടോണ്ടിരുന്നപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ഇതൊക്കെ വേണമെന്ന് പറഞ്ഞല്ലേ, കുറച്ചുകൂടെ നെയ്യ് വേണമെന്ന് പറഞ്ഞു. അത് പെട്ടെന്ന് പറന്നുപോയി. അതെന്ത് ദോശയാന്നാ? അതെന്ത് പറ്റിയെന്ന്? ഫ്ലൈ ദോശയായ? ഫ്രൈയാ? ഫ്ലൈ ദോശ. അതെന്താണ്? പിന്നെ എന്തിനാ ഇങ്ങനെ? എനിക്ക് മനസ്സിലാവുന്നില്ല ഇത്. എന്താ ഇതിന്റെ ആൻസർ? പ്ലെയിൻ ദോശയായിരുന്നു. ഓ മൈ ഗോഡ്, സീരിയസ്ലി? പോരെ? അതെ, പ്ലെയിൻ ദോശ പറന്നു പോയാലും കുഴപ്പമില്ല, അത് വേണ്ട. ഈ AR റഹ്മാൻ ദോശ കഴിക്കൂ? അറിയില്ല. കഴിക്കുമായിരിക്കും. അദ്ദേഹമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്താ? മൂപ്പറായിട്ട് ഞാൻ 4 വർഷം മൂപ്പറ കൂടെ വേൾഡ് കോൺസേർട്സിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ശിവാജിയിൽ പാടി റഹ്മാൻ സാറെ കൂടെ. പിന്നെ ഒരു ഹിന്ദി ഫിലിമായിട്ടുള്ള ജാനേ തൂ യാ ജാനേനാല് പാടി. അങ്ങനെ 4 വർഷം ഐ വാസ് വിത്ത് ഹിം. കുറേ ടൂറിങ് ഒക്കെ ചെയ്ത്. വെരി ഗുഡ്, വെരി ഗുഡ്. അപ്പോൾ ഞാനും ജോണിയും AR റഹ്മാനും കൂടെ, അതായത് ദിലീപും കൂടെ, ഞങ്ങളൊരു അന്ന് ബാൻഡൊന്നും ഇല്ല. അന്ന് ഞങ്ങൾ ഈ ക്ലാസിക്കൽ ഇതൊക്കെ എടുത്തിട്ട്, അതായത് കീർത്തനങ്ങളൊക്കെ എടുത്തിട്ട് ഒരു ഫ്യൂഷൻ പോലൊക്കെ ചെയ്ത്. ജോണി ചേട്ടൻ അതിന് ഭയങ്കര അടിപൊളിയാണ്. ആ പുള്ളി അത് പ്രോഗ്രാം, ഒരു പാട്ട് പ്രോഗ്രാം വരെ ചെയ്താണ്. പക്ഷെ നടന്നില്ല. ഇതാണ്, ഏത് പാട്ടായിരുന്നത്, ഏത് കീർത്തനമാണ് അത്? രഘുവംശസുധാംബുജി ചന്ദ്രശ്രീ, രഘുവംശസുധാംബുജി ചന്ദ്രശ്രീ, രമനാമനാ രഘുവംശസുധാംബുജി ചന്ദ്രശ്രീ, രഘുവംശസുധാംബുജി ചന്ദ്രശ്രീ, ദരിനാനിനി നാരാ രഘുവംശസുധാ സുധാ തത്തതാരരീ തരിനാരിനായ് ദരിനാരിനീ ഗരിഗ തിദരി സനിസ. ശ്രീയേട്ടൻ്റെ പാട്ടുകളൊക്കെ ഞാൻ നിങ്ങളിപ്പോൾ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, ഞാനൊക്കെ ഇപ്പോഴും എൻ്റെ ഫേവറേറ്റ് സോങ് ലിസ്റ്റിൽ അല്ലിമാർ മലർക്കാവലും പണ്ടത്തെ പാട്ടുകൾ ഒരുപാടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സോങ് ഏതാ, ഒന്ന് പാടിത്തരണം. ഒരു രാജമല്ലി. ഓ അടിപൊളി സോങ്. എനിക്ക് എന്റെ വരി ഓർമ്മയില്ല. ആ കുഴപ്പമില്ല, ഞാൻ എന്തെങ്കിലും കാട്ടിക്കൂട്ടാം, എന്ത് വേണമെങ്കിലും കാട്ടിക്കൂട്ടിക്കാം. ഒരു രാജമല്ലി വിടരുന്ന പോലെ ഇതളെഴുതി എന്നിലൊരു മുഖം, നരരീവഗാനമുടലാർന്ന പോലെ നരരുചിരാനിരൊരു സര കരുക നാമ്പിലും നരിരണം നരിരരം അറിയുകില്ല നീയാരോ. ഭയങ്കര ഇഷ്ടമാണ് സോങ് കേട്ടോ, ഭയങ്കര മൂഡാണ് ആ സോങ്, അടിപൊളിയാ. സിനിമയൊക്കെ ഡബ് ചെയ്തിട്ടുണ്ടല്ലേ? എത്ര പടം? 3 പടം. 3ാമത്തെ പടം ഇപ്പൊ ഡബ് ചെയ്ത് റീസെന്റ്. ഒന്ന് തൃശക്ക് വേണ്ടിയിട്ട് ഹേജിവുഡിൽ ഞാനാണ് ഡബ് ചെയ്തത്. പിന്നെ സ്റ്റാൻഡപ്പിൽ നിമിഷ സജയന് വേണ്ടിയിട്ട് ഡബ് ചെയ്തു. എന്തായാലും സൈനോരെ പറ്റി ഒരു കാര്യം ചുരുക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യമുള്ളൂ, അതിപ്പോ പ്രേക്ഷകർ പറഞ്ഞു കഴിഞ്ഞു. മന്ദബുദ്ധിയാണെന്നാണോ പറയട്ടെ? പറയട്ടെ, അങ്ങനെ തന്നെ പറയട്ടെ, മന്ദബുദ്ധി എന്ന് പറയട്ടെ. ഡബിങ്, പാട്ട്, മ്യൂസിക് ഡയറക്ഷന്, അഭിനയൊന്നുമില്ല, അഭിനയം ആയിട്ടില്ല. അപ്പൊ ഇനിയിപ്പോ എല്ലാ സകല കലാ വല്ലഭ എന്ന് പറയുമ്പോ ഒരു പേരേ ഉള്ളതിന്, വേറൊന്നുമില്ല. സയൺ ഈസ് എ പുപ്പുലി.